മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ ചാനലിനെ വിശ്വസിച്ച സകല ആളുകൾക്കും ഒരു സന്തോഷ വാർത്ത ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലെയും സകല പ്രമുഖ അവതാരകരും നിരന്ന് നിന്നങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതെ, ഞങ്ങൾ ജയിച്ചു, മോദി തോറ്റു, മോദി വീണു. അതൊക്കെ വിളിച്ചു പറഞ്ഞ വിനു വി ജോൺ മുതൽ അരുൺ കുമാർ മുതൽ അങ്ങനെ കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സകല ആളുകളും ഇപ്പോ എന്തു പറയുന്നു? അവരുടെ ചാനൽ ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ നമ്മൾ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞതാ, ഡൽഹി കലാപത്തിൽ പങ്കെടുത്ത ഒരാളെയും വെറുതെ വിടില്ല. പ്രമുഖ മാധ്യമങ്ങളല്ല രാജ്യം ഭരിക്കുന്നത്, കേരളത്തിലെ സിനിമാക്കാരല്ല രാജ്യം ഭരിക്കുന്നത്, കേരളത്തിലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ല രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ഡൽഹിയിൽ കലാപം നടത്തിയ ഒരുത്തരെയും വെറുതെ വിടില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. അന്നും നമുക്കെതിരെ ഒരുപാട് ആളുകൾ വിളിച്ചു പറഞ്ഞിരുന്നു, ഓ നരേന്ദ്രമോദിയൊക്കെ സമ്മതിച്ചില്ലേ, കേന്ദ്രമൊക്കെ സമ്മതിച്ചില്ലേ, ഇനി സമരക്കാരാണ് വിജയിച്ചത്, ഇനി കേസൊന്നുമില്ല എന്ന്. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? നമ്മൾ അന്നേ പറഞ്ഞതാ, കേന്ദ്ര സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. പ്രമുഖ മാധ്യമങ്ങൾ അവർക്ക് തോന്നിയത് വിളിച്ചു പറയാ, രാജ്യത്തെ പ്രതിപക്ഷം അവർക്ക് തോന്നിയത് വിളിച്ചു പറയാ. കേന്ദ്ര സർക്കാർ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല കേസെടുക്കില്ല എന്ന്. കേന്ദ്ര സർക്കാർ പറഞ്ഞത് സമാധാനപരമായിട്ട് സമരം ചെയ്തവർക്കെതിരെ കേസ് ഉണ്ടാവില്ല, ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ട ഒരാളെയും വെറുതെ വിടില്ല. നമ്മൾ അന്ന് പറഞ്ഞ സമയത്ത് ആരും ഇതൊന്നും വിശ്വസിച്ചില്ല. BJP പണിയെടുക്കും കേട്ടോ എന്ന് നരേന്ദ്രമോദി ഈ കലാപം നടത്തിയവരെ വെറുതെ വിടില്ല എന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് ആരും അത് വിശ്വസിച്ചിരുന്നില്ല. ഏതായാലും ഇപ്പം കേരളത്തിലെ അന്തരീക്ഷമൊക്കെ മാറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട MP പോലും വന്ന് ഇരവാദം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളതൊന്ന് കേട്ടോക്കൂ. ഇന്ന് ലഭ്യമായ വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സമരകാരികൾക്ക് അല്ലെങ്കിൽ അവരുടെ സംഘടനാ നേതാക്കൾ നൽകിയ ഉറപ്പിന്റെ നഗ്നമായ ലംഘനമാണ് സത്യത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ബീഹാറിലും ബംഗാളിലും ആസാമിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് ഈ 1-2 ദിവസങ്ങളിലായി 100-ലധികം FIRകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിലവിലുള്ള FIRകൾ റദ്ദു ചെയ്യും, ആരുടെ പേരിലും കേസെടുക്കില്ല എന്ന വാക്കാൽ ഉറപ്പാണ് സത്യത്തിൽ സമരത്തിന്റെ സംഘാടക നേതൃത്വത്തിന് ബഹുമാനപ്പെട്ട 2 കേന്ദ്രമന്ത്രിമാർ നൽകിയത്. പക്ഷേ ഇന്നുണ്ടായ സംഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. കുട്ടികൾക്കെതിരായി പുതിയ FIRകൾ ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെയുള്ളവ ലോക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള നിരവധി നടപടികളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് CJPയുടെ പ്രതിനിധികൾ പ്രഖ്യാപിച്ചതായി മാധ്യമങ്ങളിലൂടെ കണ്ടു. ഈ നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ വീണ്ടും പ്രക്ഷോഭം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിർബന്ധിതമാകും, ശക്തമായ നിലയിൽ പ്രതിഷേധം ഉയർന്നു വരുമെന്നുള്ള പ്രഖ്യാപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിങ്ങൾ കേട്ടില്ലേ? ഈ MP-ക്കൊന്നും നാണമില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ CJPക്കാർ വരും നിങ്ങളെ പേടിപ്പിക്കാൻ എന്നല്ലേ പറയുന്നത്? കുറെ കാലായില്ലേ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയൊക്കെ ആയിട്ട് നടക്കുന്നത്? അവർക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പോലും പറയാൻ ത്രാണിയില്ലാത്തതിലേക്ക് രാജ്യത്തെ പ്രതിപക്ഷം എത്തിയത് സകലരും തിരിച്ചറിഞ്ഞില്ലേ? ഇതാണ് നരേന്ദ്രമോദിയുടെ തന്ത്രം. CJP പറഞ്ഞതുപോലെ ഇവിടെ രാജിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ മോദി തോറ്റോ എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? രാജ്യത്തെ പ്രതിപക്ഷം പോലും ഇപ്പൊ CJP എന്തോ ചെയ്യോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. ആ കോലത്തിലേക്ക് രാജ്യത്തെ പ്രതിപക്ഷം ദുർബലപ്പെട്ടു. മാത്രവുമല്ല, ഈ MP-യൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഈ സമരത്തില് കേന്ദ്രമന്ത്രിമാർ ഇങ്ങനെ പറഞ്ഞു. ഏത് കേന്ദ്രമന്ത്രിമാര് എന്ത് പറഞ്ഞു എന്നാ? സമരക്കാർ, അവർ അതായത് സമരത്തിലുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടും എന്നല്ല പറഞ്ഞത്. സമരം ചെയ്തവരെ വെറുതെ വിടും, അവർക്കെതിരെ കേസെടുക്കില്ല. ഇത് ഞാനോ BJPക്കാരോ പറയുന്നതല്ല, ഞാനിവിടെ CJPയുടെ വക്താവ് പറയുന്നത് ഇവിടെ കൊടുക്കാം. നിങ്ങൾ നോട്ട് നോക്കൂ. जिन्होंने भी ऐसा एंटी सोशल एलिमेंट्स ने मीडिया के खिलाफ, लोगों के खिलाफ, जिन्होंने भड़काया, जिन्होंने ये वायलेंस किया, ऐसे लोग CJP के सपोर्टर नहीं है. ये एंटी सोशल एलिमेंट्स घुसाए गए. हम लोग ऐसे एक्शंस के लिए हम लोग उनको खंडन. നിങ്ങൾ കേട്ടില്ലേ? സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, സാമൂഹ്യ വിരുദ്ധർ കയറിയിട്ടുണ്ട്, അവർ കലാപത്തിന് ശ്രമിച്ചിട്ടുണ്ട്, അവരൊന്നും ഞങ്ങളിൽ പെട്ടതല്ല എന്ന് CJP കൈയൊഴിഞ്ഞു. പിന്നെ NK പ്രേമചന്ദ്രന് എന്താ പ്രശ്നം?
CJP പറഞ്ഞല്ലോ അവിടെ കലാപം നടത്തിയത് വരൊന്നും തന്നെ നമ്മളിൽപ്പെട്ടവരല്ല എന്ന്. CJPയും കേന്ദ്ര സർക്കാരും തമ്മിലല്ലേ കരാറ്, അല്ലാതെ കേന്ദ്ര സർക്കാരും കോൺഗ്രസും തമ്മിലോ ഇന്ത്യയും മുന്നണിയും തമ്മിലോ ഒരു കരാറുമില്ല. CJP വക്താവ് പറയുന്നു ഞങ്ങൾ തമ്മിൽ കരാറുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള കരാറ് ഞങ്ങളിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കേസില്ല എന്നാണ്. കലാപം നടത്തിയവർ ആരും തന്നെ ഞങ്ങളിൽ പെട്ടതല്ല എന്നും. പിന്നെന്താ പ്രശ്നം? പിന്നെ BJP ഭരിക്കുന്ന ഈ NK പ്രേമചന്ദ്രൻ പറഞ്ഞ 1, 2, 3 സംസ്ഥാനത്തൊന്നല്ല, 17 സംസ്ഥാനങ്ങളിലും വളഞ്ഞിട്ട് പിടിക്കുക. ഒരു തർക്കവും വേണ്ട ഒരാൾക്കും തന്നെ. വളഞ്ഞിട്ട് പിടിക്കുക. ആക്രമണത്തിന് എത്തിയവരെ ഒരാളെയും വെറുതെ വിടൂല. പിന്നെ ഒരു കാര്യം കൂടി അങ്ങ് എടുത്തു പറയാം, കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് വണ്ടി കയറിയവരെയും കൃത്യമായ അന്വേഷണ പരിധിയിൽ തന്നെയാ NK പ്രേമചന്ദ്രൻ MP ആയിട്ടുള്ള കേരളത്തിൽ. എന്താ അവസ്ഥ? NK പ്രേമചന്ദ്രന്റെ പാർട്ടിയിലെ ഒരു വ്യക്തി മന്ത്രിയല്ലേ കേരളത്തില്? ആ മന്ത്രിയുള്ള കേരള സർക്കാർ ഇവിടെ CJP സമരത്തെ പിന്തുണച്ചപ്പോഴേക്ക് കേസെടുത്തില്ലേ? ഞാൻ ഇവിടെ ഒരു വാർത്ത കൊടുക്കാം. മനോരമയിൽ വന്ന വാർത്തയാണ്. വേടന്റെ പരിപാടിക്കെതിരെ കേസ്. CJP സമരത്തെ പിന്തുണച്ചു കൊച്ചിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് അനുമതിയില്ലാതെ വേടന്റെ മാനേജറും കണ്ടാലറിയാവുന്ന 99 പേരും പ്രതികളാണ്. ഈ പറയുന്ന NK പ്രേമചന്ദ്രൻ ഉൾപ്പെടുന്ന കേരള സർക്കാരാണല്ലോ ഈ കേസ് എടുത്തിട്ടുള്ളത്. ഇത് പ്രശ്നമൊന്നുമില്ലേ? ഇത് ജനാധിപത്യത്തിന് വിരുദ്ധല്ലേ? ഇതൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കലാപത്തിനെതിരെ കേസെടുക്കുന്നവെന്ന് പ്രശ്നമാവുന്നത്? കേരളത്തിലുൾപ്പെടെ കലാപത്തിന് പിന്തുണച്ച് തെരുവിലിറക്കിയവർക്കെതിരെ കേസെടുക്കുന്നുണ്ട്. എന്തിനാണ് NK പ്രേമചന്ദ്രനൊക്കെ ഇങ്ങനെ ഉളുപ്പില്ലാത്ത രീതിയിലേക്ക് തരം താഴ്ന്നത്? ഒരു MP ഒക്കെ അല്ലേ, ഒരു ജനപ്രതിനിധിയൊക്കെ അല്ലേ? ആ നിലവാരമെന്ന് കാത്തു സൂക്ഷിച്ചുകൂടെ? ലളിതമായ ചോദ്യം. ഒരു നിലവാരത്തിലൊക്കെ എന്തെങ്കിലും പറഞ്ഞുകൂടെ? കലാപം നടത്തിയവർക്കെതിരെ കേസെടുക്കരുത് എന്നാണ് പറയുന്നത്. ഈ ബസ് കത്തിക്കുക, വാഹനം കത്തിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ നാളെ CJPക്കാർ സമരത്തിന് വരുമെന്നൊക്കെ പറയാൻ ചില്ലറ നിലവാരമില്ലായ്മ എന്നല്ല ഇതിനൊന്നും വേണ്ടത്. എങ്ങനെ ഒരു MPക്ക് നാളെ VD സതീശൻ സർക്കാരിനെതിരെ CJPക്കാർ വരികയാണ്, ഞങ്ങൾ അങ്ങ് കത്തിക്കുക എന്ന് പറയുമ്പോൾ NK പ്രേമചന്ദ്രനും ഈ പറയുന്ന സതീശനും കൂടിയിട്ട് ഇത്തരം കലാപകാരികളുടെ മുന്നിലേക്ക് പോയിട്ട് അങ്ങ് മുട്ട് വളഞ്ഞിരിക്കുവോ? അതിനാണോ കേരള ജനത UDFനെ ഇത്തവണ അധികാരത്തിലേക്ക് എത്തിച്ചത്? രാജ്യത്തെ ജനതയാ കേന്ദ്ര സർക്കാരിനെ അധികാരത്തിലേക്ക് എത്തിയത്, അല്ലാതെ ഏതെങ്കിലും പാറ്റയും കൂറാച്ചും എന്നല്ല. ഒരു പാറ്റയും കൂറാച്ചും അല്ല രാജ്യത്തെ മോദി സർക്കാരിനെ അധികാരത്തിലേക്ക് എത്തിച്ചത്. രാജ്യസ്നേഹികളായിട്ടുള്ള രാജ്യത്തെ ജനതയാ. അവരോടൊരു കമ്മിറ്റ്മെന്റ് നരേന്ദ്രമോദി സർക്കാരിനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു സംസ്ഥാനത്ത് നിന്നും ഡൽഹിക്ക് കലാപത്തിന് വണ്ടി കയറിയ ഒരാളെയും വെറുതെ വിടൂല. സമരം ചെയ്തവരെ തൊടുക പോലുമില്ല. അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അവര് പറഞ്ഞ ആവശ്യങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ചു. പക്ഷെ കലാപകാരികളെ വെറുതെ വിടുന്നു ഒരാളെ പോലും തെറ്റിദ്ധരിക്കണ്ട. ഞാനൊരു വാർത്തയും കൂടി ഇവിടെ നിന്ന് കൊടുക്കാം. ഇതൊക്കെയാണോ ഈ പറയുന്ന NK പ്രേമചന്ദ്രന്റെ വിദ്യാർത്ഥികള്, NK പ്രേമചന്ദ്രന്റെ CJPക്കാരെ എന്നൊന്നും അറിയാനാ? ഡൽഹി സമരം വിജയിച്ച ആഹ്ലാദത്തിൽ 23 പ്രവാസികൾ തിരിച്ചു പറന്നു. ദുബായിലെ ജീവനക്കാരെ സമരമുഖത്തേക്ക് അയച്ചത് മലയാളി പ്രവാസി വ്യവസായി ഷാജി നിലമ്പൂർ. കാളികാവ് സമരം എത്ര ദിവസം നീണ്ടുപോയാലും വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കാനായിരുന്നു തീരുമാനം. അതിനായി ദുബായിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറിയ 23 മലയാളി പ്രവാസി തൊഴിലാളികളെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. ജന്തർ മന്ദറിൽ കാലുകുത്തിയ ആദ്യ ദിവസം തന്നെ സമര വിജയത്തിന്റെ സാക്ഷികളായതിന്റെ ആത്മസംതൃപ്തിയുമായി അവർ വീണ്ടും കർമ്മഭൂമിയായ ദുബായിലേക്ക് തിരിച്ചു പറന്നു. മലയാളി പ്രവാസി വ്യവസായിയും അബ്രിക്കോ ഫ്രൈറ്റ് കമ്പനിയുടെ ഉടമയുമായ ഷാജി നിലമ്പൂരാണ് സ്വന്തം സ്ഥാപനത്തിലെ 23 ജീവനക്കാരെ സമരമുഖത്തേക്ക് അയച്ചത്. ഇതുപോലെ ദേശദ്രോഹികൾ ഈ UAE നിന്ന് പോലും വണ്ടി കയറി ഇവിടേക്ക് എത്തിക്കുന്നത് ഇവരെ എന്ത് നീറ്റ് എക്സാം എഴുതിയിട്ട എന്ത് വിദ്യാർത്ഥികളവര്? ഇവർക്കൊക്കെ പിന്നാലെ അന്വേഷണം നടത്തണം. ആ 23 മലയാളികൾ മാത്രമല്ല, ആ കമ്പനിയുടെ ഓണറെ ഉൾപ്പെടെ അന്വേഷണം നടത്തണം. ഇതൊന്നും CJP എന്ന് പറയുന്ന വിദ്യാർത്ഥികളൊന്നല്ല.
ഇത്തരം രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ രാജ്യദ്രോഹികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും വെറുതെ വിടില്ല കേട്ടോ. ഈ രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാ, ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാ, ഈ രാജ്യം ഭരിക്കുന്നത് RSSന്റെ നേതൃത്വത്തിൽ തന്നെയാ. ഒരു തർക്കവും വേണ്ട. ദേശവിരുദ്ധ പ്രവർത്തനവുമായിട്ട് ഡൽഹിയിലേക്ക് കാല് കുത്തിയ ഒരാളെയും വെറുതെ വിടൂല. അത് കേരളത്തിലെ VD സർക്കാർ ഉൾപ്പെടെ, VD സതീശൻ സർക്കാർ ഉൾപ്പെടെ അതിന് തെരുവിലിറക്കിയവർക്കെതിരെ കേസെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. രാജ്യമൊന്നടങ്കം കലാപത്തിലേക്ക് തുനിഞ്ഞിറങ്ങിയ ഒരാളെയും വെറുതെ വിടൂല. ഇതിലൊന്നും ഒരു തർക്കവും ഒരാൾക്കും തന്നെ വേണ്ട.